അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ്. നമ്മൾ ഇന്നത്തെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ്. വാട്ടർ മെട്രോ വഴിയാണ് പോകുന്നത്. നല്ല അടിപൊളി കുൽക്ക് സർവത്ത്, ജ്യൂസ്, ബൂസ്റ്റ്, ചായ എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഹൈക്കോർട്ട് സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ളൊരു യാത്രയാണ്. ഒന്നും പറയാനില്ല, ഒരു എയർപോർട്ട് വൈബ് തന്നെയാണ്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഞാനും ക്യൂവിലുണ്ട്. ഞാനങ്ങനെ എനിക്കുള്ള ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കിടക്കാൻ. ഈ കാണുന്ന ജനങ്ങളെല്ലാം ടിക്കറ്റ് എടുത്തവരാണ്. 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ബോട്ട് വരിക. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ ബോട്ട് എത്തിക്കഴിഞ്ഞു. എല്ലാവരും സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്, കൂടെ ഞാനും. This feels like time is making fun of me, taking away at the wall. ഇതൊരു വെറും യാത്രയല്ല. കൊച്ചിയുടെ അഭിമാനമായ കൊച്ചി വാട്ടർ മെട്രോയിലൂടെ കടൽക്കാറ്റിനൊപ്പം ഫോർട്ട് കൊച്ചിയിലേക്കൊരു യാത്ര. പഴയ കൊച്ചിയുടെ ചരിത്രങ്ങളും പുതിയ കൊച്ചിയുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ ബോട്ട് യാത്രയായി. റോഡ് വിട്ട് വെള്ളത്തിലൂടെയുള്ള യാത്ര ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കൊച്ചിയുടെ മറ്റൊരു കാഴ്ചയാണ് ബ്രിഡ്ജ് പാസിംഗ്.
നമ്മുടെ കൂടെയുള്ള യാത്രക്കാർ വിൻഡോയിലൂടെ കൊച്ചിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂറ്റൻ ബിൽഡിങ്ങുകളും ബോട്ടുകളും അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിലൊന്നാണ് ചൈനീസ് വലകൾ. ഇതിനെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്നാണ് വിളിക്കാറ്. പക്ഷെ നമ്മൾ മലയാളികൾ ഇതിനെ ചീനവല എന്നും വിളിക്കും. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് വ്യാപാരികളാണ് ഈ വലകൾ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. വലിയ മരക്കൊമ്പുകളും കല്ലുകളും ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മീൻപിടുത്ത സാങ്കേതിക വിദ്യയാണിത്. വല ഉയർത്താനും താഴ്ത്താനും 4-5 പേർ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് ഫോർട്ട് കൊച്ചിയുടെ ഒരു അടയാളമായി മാറിയിട്ടുണ്ട് ഈ ചീനവലകൾ. സൂര്യാസ്തമയ സമയത്ത് വല ഉയരുന്ന കാഴ്ച കാണാൻ നാട്ടുകാരും ടൂറിസ്റ്റുകളും വലിയ തോതിൽ എത്താറുണ്ട്. കടലിൻ്റെ തിരമാലകൾക്കും സമയത്തിനുമിടയിൽ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന കൊച്ചിയുടെ ഒരു അഭിമാനമാണ് ഈ ചീനവലകൾ. ഈ ചീനവലകൾ ഒരു മീൻപിടുത്ത ഉപകരണം മാത്രമല്ല, പഴയ കൊച്ചിയുടെ ഒരു ഓർമ്മകൾ കൂടിയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലെത്തി. ചുരുങ്ങിയ സമയമാണെങ്കിലും ഈ യാത്ര കൊച്ചിയെ മറ്റൊരു കണ്ണിലൂടെ കാണിച്ചു. നിങ്ങൾ ഇനിയും വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്യണം. ഇതൊരു യാത്ര മാത്രമല്ല, കൊച്ചിയുടെ ഒരു ഫ്യൂച്ചറാണ്. ഈ വീഡിയോയുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അടുത്ത വീഡിയോ ഫോർട്ട് കൊച്ചിയുടെ മുഴുവൻ കാഴ്ചകൾ.